ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമാമിസ് ആണ്. മക്കളെ, നിങ്ങൾ അറിഞ്ഞോ, നമ്മുടെ സൈലം നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ഓഫർ തരാൻ പോവുകയാണ്. നമ്മുടെ ഓണം എക്സാം ഒക്കെ നമ്മൾ അടിപൊളിയായിട്ട് എഴുതിയില്ലേ? സൈലം പറഞ്ഞ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇനി നമ്മുടെ മുമ്പിൽ എന്തുണ്ട്? ക്രിസ്മസ് എക്സാം ഉണ്ട്, ആനുവൽ എക്സാം ഒക്കെ കിടക്കുന്നുണ്ട് അല്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എഴുതണ്ടേ? അതിന് വേണ്ടിയിട്ട് നമ്മുടെ അവഞ്ചേഴ്സ് ബാച്ച്, നിങ്ങളുടെ 7ാം ക്ലാസ്സിൻ്റെ അവഞ്ചേഴ്സ് ബാച്ച് നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ടോടെ നിങ്ങൾക്ക് കിട്ടാൻ പോവാണ്. അപ്പോൾ ഇനിയും നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. കാരണം നമുക്കിനി മുമ്പിൽ USS ഒക്കെ വരാൻ പോകുന്നുണ്ട്, അതൊക്കെ നമുക്ക് ക്രാക്ക് ചെയ്യണ്ടേ. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾക്ക് 10% ഓഫറിൽ നമ്മുടെ അവഞ്ചേഴ്സ് ബാച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് മാത്രമാണ് ഓണം 10 എന്ന് പറയുന്ന ആ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഓഫർ അവൈലബിൾ ആയിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇനിയും നമ്മൾ ജോയിൻ ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ എന്താണ് പെട്ടെന്ന് നമ്മുടെ ബാച്ചിലേക്ക് വാട്ടോ. അപ്പോൾ നമുക്കറിയാം നമ്മുടെ USS വരാൻ പോവുകയാണ്. USS എക്സാമിന് വേണ്ടി നിങ്ങൾ റെഡി ആയിട്ടിരിക്കുകയായിരിക്കും അല്ലേ? പഠിച്ചു തുടങ്ങണ്ടേ. അപ്പോൾ കുറച്ചൊരു 5-6 ക്വസ്റ്റ്യൻസ് ചുമ്മാ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരട്ടെ. ഓക്കെ, നമ്മുടെ മെഡീവൽ ഇന്ത്യ അല്ലെ, മെഡീവൽ ഇന്ത്യ കൾച്ചറൽ മൂവ്മെന്റ്സ് ഓർമ്മയുണ്ടോ? മധ്യകാല ഇന്ത്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങളിൽ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മിസ് ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഒന്നുമില്ല, നമ്മുടെ ഭക്തി മൂവ്മെന്റ് എന്താണെന്ന് ഓർമ്മയില്ലേ? ഭക്തി പ്രസ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തിന് മുമ്പിൽ നമ്മളെ സമർപ്പിക്കുക അല്ലേ? ദൈവത്തിന് മുമ്പിൽ നമ്മുടെ ലൈഫ് എന്താണ് സബ്മിഷൻ ചെയ്യാല്ലേ? സബ്മിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഭക്തി എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ആയിരുന്നു ഭക്തി മൂവ്മെന്റ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഈ ഒരു ഭക്തി മൂവ്മെന്റ് എമർജ് ചെയ്തത് എവിടെയായിരുന്നു? ഭക്തി പ്രസ്ഥാനം ഭയങ്കര പോപ്പുലർ ആയിട്ട് രൂപം കൊണ്ടത് എവിടെയായിരുന്നു എന്ന് നിങ്ങൾക്കറിയോ? എവിടെയായിരുന്നു? യെസ്, തമിഴ്നാട്ടിലായിരുന്നു അല്ലേ? തമിഴ്നാട്ടിലാണ്. അപ്പോൾ ആൻസർ എന്താണ്? തമിഴ്നാട് അല്ലേ? തമിഴ്നാടിലാണ് ഭക്തി മൂവ്മെന്റ് എമർജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അടുത്ത ചോദ്യം നോക്കിയാലോ? യെസ്, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ഭക്തി കവികളായിരുന്നു ആൾവാസും നായനാസും അല്ലെ? നമ്മൾ കോഡൊക്കെ യൂസ് ചെയ്ത പ്രധാനപ്പെട്ട ആൾവാർമാരും നായന്മാരും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ചോദ്യം ഇതാണ്, ഈ ആൾവാർമാരും നായന്മാരും ഏത് ഭാഷയിലാണ് ഡിവോഷണൽ സോങ്സും ഹിംസും ഒക്കെ അല്ലെ ആ ഒരു കീർത്തനങ്ങളൊക്കെ രചിച്ചിട്ടുണ്ടായിരുന്നത്? ഏത് ലാംഗ്വേജിൽ, ഏത് ഭാഷയിലായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഓപ്ഷൻ ഹിന്ദി, കന്നഡ, തെലുങ്കു, പ്രാദേശിക ഭാഷ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഹിന്ദി ലാംഗ്വേജ്, കന്നഡ ലാംഗ്വേജ്, തെലുങ്കു ലാംഗ്വേജ്, വെർനാക്കുലർ ലാംഗ്വേജ്. നമുക്കിന് മൊത്തത്തിലൊരു ആൻസർ അറിയാം. എന്താണ്? യെസ്, അവര് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ എന്താണ് അവർ പ്രാദേശിക ഭാഷകളിലായിരുന്നു, അഥവാ വെർനാക്കുലർ ലാംഗ്വേജസിലായിരുന്നു ഇതൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത് അല്ലേ? അപ്പൊ എന്താണ് ആൻസർ? എന്താ വരുന്നത്? യെസ്, പ്രാദേശിക ഭാഷ അല്ലെങ്കിൽ വെർനാക്കുലർ ലാംഗ്വേജ് എന്ന് പറയും. മറ്റൊന്ന് നമ്മുടെ പ്രൊപ്പഗേറ്റേഴ്സ് 3 ഉണ്ടായിരുന്നു അല്ലെ? കബീർ, ബസവണ്ണ, ഗുരു നാനക് ഇവരൊക്കെ ഉണ്ടായിരുന്നു. സ്ത്രീകൾ വേറെ ഉണ്ടായിരുന്നു കേട്ടോ. അത് പ്രൊപ്പഗേറ്റേഴ്സ് പറഞ്ഞ ഇവർ 3 ആളാണ് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത്. അതിൽ വീരശൈവ മൊമെന്റും അനുഭവ മണ്ഡപവും ഒക്കെ ആരാണ് ഫൗണ്ട് ചെയ്തത്? പറയണ്ടല്ലോ, ആരായിരുന്നു? യെസ്, അത് ഫൗണ്ട് ചെയ്തത് നമ്മുടെ അണ്ണനാലേ, ബസവണ്ണയായിരുന്നു അത് ഫൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീരശൈവ മാത്രമല്ല, അനുഭവ മണ്ഡപം ആരെ ഫൗണ്ട് ചെയ്തത്? ബസവണ്ണ തന്നെയായിരുന്നു. അടുത്ത ചോദ്യം, കൃഷ്ണ ഭജനുകൾ രചിച്ചത് ആരായിരുന്നു? യെസ്, ആരായിരുന്നു? നമ്മുടെ എവിടെയാടാ? രാജസ്ഥാനിലെ ചിറ്റോറിൽ ജനിച്ചിരുന്ന ഒരു രജപുത്ര കുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടിയല്ല, രാജകുമാരി ആയിരുന്നു അല്ലേ? ആരടാ? മീരാഭായി ആണ് ആ കൃഷ്ണ ഭജനുകൾ. അവരെന്താണ്? കൃഷ്ണഭക്തിയിൽ മുഴുകി അവരവരുടെ ജീവിത സൗകര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് കൃഷ്ണഭക്തിയിൽ മുഴുകിയ ആളായിരുന്നു. ആരടാ? യെസ്, നമ്മുടെ മീരാഭായ്. അതുപോലെ അടുത്ത ചോദ്യം, സൂഫി മൂവ്മെന്റ് അല്ലെ? കൾച്ചറൽ മൂവ്മെന്റ്സ് തന്നെ രണ്ടാമത്തതായിരുന്നു സൂഫിസം. അപ്പോൾ സൂഫി സന്യാസികളുടെ ഭക്തി ഗാനത്തിന്റെ ഡിവോഷണൽ സോങ്ങിന്റെ പേരെന്തായിരുന്നു? ഓർമ്മയുണ്ടോ? യെസ്, എന്തായിരുന്നടാ? ഖവാലീസ് എന്നായിരുന്നു അല്ലെ? ഖവാലി ഓർമ്മയില്ലേ? ഖ്വാജാ മേരി ഖ്വാജാ ദിൽ മേ സമജാ. ഖവാലി സോങ്സ് ആണ് അവരുടെ സോങ് എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് എ സൂഫി ഗുരു കോൾഡ്? സൂഫി ഗുരുവിനെ എന്ത് വിളിക്കുന്നു? സൂഫി ഗുരുവിനെ വിളിക്കുന്ന പേരെന്തായിരുന്നു? ഫിർ അല്ലെങ്കിൽ ഷെയ്ഖ് എന്നായിരുന്നു. അപ്പോൾ ഇതേപോലെ എന്താണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് പഠിക്കണ്ടേ? അപ്പോൾ നിങ്ങൾ എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. അത് മാത്രമല്ല, നിങ്ങൾ പെട്ടെന്ന് നമ്മുടെ അവഞ്ചേഴ്സ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക കേട്ടോ. ഇതുപോലത്തെ USSന്റെ സ്പെഷ്യൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് മിസ് ഇനിയും വരും മക്കളെ. ബൈ ഗൈസ്.